നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ 3 ദിവസം അടുപ്പിച്ച് റെഡിൽ ക്ലോസ് ചെയ്ത ഒരു കാഴ്ച നമ്മൾ കണ്ടു. 25,800 എന്ന് പറയുന്ന മേജർ സോണിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ FISും DISും രണ്ടുപേരും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FISിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡിസംബർ മാസത്തിൽ അവരുടെ ആദ്യത്തെ ബൈയിങ് ആണ് ഇന്നലെ നമ്മൾ കണ്ടത്. അങ്ങനൊരു പ്രത്യേകത ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. കൂടാതെ നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് വീണ്ടും ഫർദറായിട്ടൊന്ന് ഫോൾ രേഖപ്പെടുത്തി. US മാർക്കറ്റിൽ ഏറ്റവും താഴെ നാസ്ഡാക്ക് കാണാം 400 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഡോ ഏകദേശം 200 പോയിൻ്റ് ഇടിവ്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റിൽ FTSE UK മാർക്കറ്റ് മാത്രം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. എന്നാൽ ജർമ്മനും ഫ്രാൻസും റെഡിലടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി, ജപ്പാൻ, കോസ്പി, കൊറിയ എല്ലാം ഇടിവിൽ തന്നെയാണുള്ളത്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ നിഫ്റ്റി 25,860 നിലകൊള്ളുന്നു. 25,910 നമുക്ക് ഉണ്ടായിരുന്ന ക്ലോസിങ്. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഇന്നും എക്സ്പെക്റ്റ് ചെയ്യാം. എന്നാൽ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പ്ലസ്സിലാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലെ ഇൻഫോസിസ് 2.5% ഉയർന്നിരുന്നു. വീണ്ടും എന്നാൽ 1.5 ഇടിഞ്ഞു. വിപ്രോ എന്നാൽ 1.7 റാലി രേഖപ്പെടുത്തിയിരുന്നു. ഇൻഫോസിസ് 2.3 റാലി രേഖപ്പെടുത്തി, പിന്നീട് 1.5 ഇടിഞ്ഞിരുന്നു. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വീണ്ടും തിരികെ വരാം. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. CNT കമ്പനി അവർ US ബേസ്ഡ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി കമ്പനീനെ അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. $93 മില്യൺ കൊടുത്താണ് അക്യൂസിഷൻ നടന്നത്. KP ഗ്രീൻ കമ്പനി ബോട്സ്വാനയിൽ അവർ 5 ഗിഗാവാട്ട് റിന്യൂവബിൾ എനർജി ഡെവലപ്പ് ചെയ്യാനായിട്ട് $4 ബില്യൺ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ആന്റണി വേസ്റ്റ് കമ്പനി 1330 കോടി രൂപയുടെ ഒരു മുനിസിപ്പൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. HCL ടെക് കമ്പനി അവർ നെതർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ബാങ്കായിട്ട് ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. NTPC കമ്പനി 37 മെഗാവാട്ടിൻ്റെ അവരുടെ പ്ലാനിൽ നിന്നുള്ളൊരു കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു. ടിറ്റാഗ്രാഹ് റെയിൽ കമ്പനി 273 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ബജാജ് ഇലക്ട്രിക്കൽ കമ്പനി ഇവർ സോളാർ ബിസിനസ്സിലേക്ക് കടന്നു വരികയാണ് എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. മണാലി പെട്രോ കമ്പനി ചെന്നൈ പെട്രോളിയമായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ക്യാംസ് കമ്പനി RBI ഇവർക്ക് ഓഫ്ലൈൻ പേയ്മെൻറ്റ് അഗ്രിഗേറ്ററായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ലൈസൻസ് കൊടുത്തു. ത്രിശക്തി ഇൻഡസ്ട്രീസ് കമ്പനി 175 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ചീഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫീസർ റിസൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. റിറ്റ്കോ ലോജിസ്റ്റിക് കമ്പനി അവർക്ക് 230 കോടി രൂപയുടെ ഓർഡർ കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു.